ഒന്ന് തള്ളടേ. ഇനിയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൂടെ? അതിന് പെട്രോൾ നിന്റെ തന്ത അടിക്കുവോ? കേട്ടാ, നീ ഒറ്റൊരുത്തം കാരണം ഇയാളുടെ കണ്ണി ചോര തന്തക്കുളിയാ കേൾക്കേണ്ടി വന്നത്. മോനെ, മോന്റെ ചോരയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ബി പോസിറ്റീവ്. ധാരം. ഇപ്പൊ ബി പോസിറ്റീവ് കിഡ്നിക്ക് കമ്പോളത്തിൽ എന്നുണ്ടാവും മാർക്കറ്റ്? മുംബൈ ധാരാവി മാർക്കറ്റിൽ തൊണ്ടോട് കൂടിയാണെങ്കിൽ 50,000, തൊണ്ടില്ലെങ്കിൽ 75,000. ഓ, അത് മുതലാവില്ല. അപ്പൊ ഇവന്റെ 2 കിഡ്നി എടുക്കേണ്ടി വരും. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഗംഗേ, നീ വിശ്വസിക്കും പോലെ ഞാൻ നിന്റെ പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? തമ്പി കണ്ടില്ലേ, ഇയാളാണ് ആണ്ടിപ്പെട്ടി. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അത് ഇയാളുടെ കട ഞാൻ വീട്ടിലായിരുന്നു. ഇയാളെ കാണുമ്പോ എനിക്ക് ഒളിച്ചു നടക്കേണ്ട കാര്യമുണ്ടോ? டேய், நான் உன்னை தேடி இங்க வந்து நன்றி சொல்றதுக்குதா. நன்றியா? ஆமா, நீ கிளம்பா. பிசினஸ்ல நான் வந்து நிறைய ஆளுங்களை பார்த்திருக்கு. ஆனா இவரு பெரிய ஆளு. ബിസിനസ് ഫെയിൽ ആയ കൂടെ എന്നോട് കാശിവ മുതലും വട്ടിയും ചേർത്ത് കറക്റ്റാ കൊടുത്തിട്ടേ. പണം ഞാൻ തന്നോ? എന്തൊക്കെ ഇയാള് പറയണേ? ഗംഗേ, വേണ്ട. ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളം പറയേണ്ടി വരും. ഗംഗേ, എടോ പാണ്ടി, തനിക്ക് എപ്പോഴോ പൈസ? என்ன தம்பி விட சொல்ற தம்பி, இதெல்லாம் ஒரு டிராமா தான். அந்த பொண்ணு முன்னாடி இந்த மாதிரி நடிச்சா நீ எனக்கு தர வேண்டிய பணம் அந்த சேட்டு இல்லையா, அந்த பொண்ணோட அப்பே அவரு தரேன்னு சொல்றேன். സേട്ടു? ആമാ. ഞാൻ മണവാളൻ. ഞാൻ ധർമ്മേന്ദ്ര. സാറ് ശത്രുവിന്റെ കടക്കാരെ സെറ്റിൽ ചെയ്യുന്നൊരു മഹാനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ ഹരികൃഷ്ണൻ ഞങ്ങൾക്ക് കുറെ കാശ് തരാനുണ്ട്. സാറിന് വേണ്ടി അങ്ങയുടെ മകളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞുകൊള്ളാം. വേണമെങ്കിൽ അവന് വേറെ പെണ്ണും മക്കളും മക്കളും മക്കളുടെ മക്കളും ഉണ്ടെന്ന് പറയാം. മാത്രമല്ല, അവൻ ആഗോള ആഭാസനും സാമൂഹ്യ പ്രക്ഷുബ്ധനും വിഞ്ചർ പുത്രമാണെന്ന് പറയാം. അർത്തോറിയിലേക്ക് എടുക്കട്ടെ? അപ്പൊ ഞങ്ങളുടെ കാശ് നിങ്ങളെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സാറ് ആന്റിപ്പെട്ടിക്ക് കാശ് കൊടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞു. അതെന്റെ ഇഷ്ടം. ആ ഇഷ്ടം ഞങ്ങളോടും കൂടി കാണിച്ചൂടെ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ? എന്നാ വാ വീട്ട്. എവിടെ പോണു? എന്താ ഇത്? കാശ് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിങ്ങളത് കാണാഞ്ഞിട്ടാ. കണ്ണു തുറന്നു നോക്ക്. കാണുന്നില്ലല്ലോ. അതല്ലടോ, അവൻ എഞ്ചിനീയറിംഗ് പാസ്സായ പയ്യനല്ലേ, കാണാനും തെറ്റില്ല. നല്ലൊരു തുക ശ്രീധരൻ തരുന്ന ഏതെങ്കിലും ഒരു പണക്കാരന്റെ മകളെ അവന് വേണ്ടി ആലോചിക്കുക. എത്രയും പെട്ടെന്ന് കല്യാണവും നടത്തും. അപ്പോ സ്ത്രീധനം കിട്ടുന്ന കാശിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് എടുക്കുകയും ചെയ്യാമല്ലോ. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരേ ഒരു പണക്കാരനെ പരിചയമുള്ളൂ, അത് സാറാണ്. സാറിന്റെ മകൾക്ക് വേണ്ടി അവനെ ആലോചിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. മാത്രമല്ല, അവർ തമ്മിൽ ടിങ്കോലാഫിയിലാണല്ലോ. സാർ അവിടെ ഇരിക്കും. പെണ്ണിനെ വിളിക്കൊന്നും വേണ്ട, പെണ്ണുങ്ങൾ കണ്ടിട്ടുള്ളതാണ്. വരച്ചു വെച്ചിരിക്കല്ലേ. ഞാൻ എന്റെ തോക്കെടുക്കാൻ പോവാ. ഹരി, നീ ഇവിടെ വന്ന് കിടക്കാം. മഞ്ഞ് കൊണ്ടുവല്ല ഡെങ്കിപ്പനി പിടിച്ചാലോ മോനെ? ധാരാവിൽ ഇന്നാളൊരു ധർമ്മേന്ദ്ര തത്വമസി എന്നിരക്കട മോനെ. നിന്റെ മുഖമെന്താ വാടിയിരിക്കുന്നത്? ഒന്നും കഴിച്ചില്ലേ? ഈ ധർമ്മേന്ദ്രട്ടം പോയി ചൂട് ചുക്ക് കാപ്പിയും പപ്പടോടെ മേടിച്ചിട്ടെ. നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? മോനെ, നിന്നെ ഞങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നാക്കുകൊണ്ടോ തല്ലി നോവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മരിച്ചുപോയ അച്ഛന്മാരെ പോലെ കരുതി ഞങ്ങൾക്ക് മാപ്പ് തരില്ലടാ. നിനക്കൊരു നല്ല കാലം വരുമ്പോ ഞങ്ങളെ മറക്കൂടാ. ഡാ, നിന്റെ സമയം തെളിഞ്ഞു. നിനക്ക് വലിയൊരു എമൗണ്ട് സിംഗിൾ പേയ്മെന്റ് കിട്ടാവുന്ന വർക്ക് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. എന്ത് വർക്ക്? നിന്റെ കല്യാണം. സത്യത്തിൽ നീ തരാനുള്ള 2 ലക്ഷം കാശ് സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണിനെ നിനക്ക് വേണ്ടി ആലോചിച്ചാൽ മതി. പോത്തിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും പറഞ്ഞ പോലെ നിനക്കും കൂടി എന്തെങ്കിലും കിട്ടിക്കോർന്ന് കരുതി ഒരു ഫാൻസി എമൗണ്ട് സ്ത്രീധനം കിട്ടുന്ന ഒരു നല്ല സാധനത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബെഡാ പാർട്ടിയോ? എങ്കിൽ നാളെ തന്നെ എന്റെ ടാക്സിയിൽ പെണ്ണ് കാണാൻ പോവാ. പൈസ ഒന്നും തരണ്ട, വെയിറ്റിംഗ് ചാർജ്. കൊള്ളാം, നല്ല ഐഡിയ. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്കെന്നെ അറിയില്ല. പക്ഷേ ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്ത് പറയും? ദേഷ്യം കടിച്ചമർത്തും. അല്ലാതെ എന്താ ചെയ്യാ? നീ ആ സേട്ടുവിന്റെ മകളെ ഓർത്തോണ്ട് നടന്ന നിന്റെ ജീവിതം കട്ടപ്പുകടാ, കട്ടപ്പുക. നീ ഞങ്ങൾ പറഞ്ഞ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കടാ. കോപ്പ് എന്റെ കാശ് എന്നിലേക്ക് മണവാളനും ധർമ്മേന്ദ്രൻ ഉണ്ടല്ലോ കൂടെ. ഞങ്ങൾ ഇവന് കാവലിരിക്ക. അത് നന്നായി. ഇവനിപ്പോ ശത്രുക്കൾ കൂടുതലുള്ള സമയ. അതല്ല, ഇവ മുങ്ങാണ്ടിരിക്കാൻ വേണ്ടി കാവലിരിക്കുന്ന പറഞ്ഞത്. എന്തിനാ മോളെ ഇതൊക്കെ? കാരണേട്ടൻ അറിഞ്ഞ
എന്താടാ കരുണേറ്റിന് നിന്നോട് സ്നേഹമില്ലാന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം അങ്ങേരെ. എന്നിട്ടാണോ കണ്ണി ചോലാണ്ട് ഇവനെ ഇറക്കിവിട്ടത്? അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. കുടുംബക്കാരാണെങ്കിൽ എന്റെ കാശിങ്ങാടാ. തരാ, ലോട്ടറി അടിക്കുമ്പോ തരാ. ഇവൻ സ്നേഹമുള്ളവനാണ്. തരാന്നെങ്കിലും പറഞ്ഞില്ലേ? ഇവൻ ശരിയല്ല. ഏട്ടൻ വീട്ടിലേക്ക് വരണം. എന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. എല്ലാവരുടെയും മുൻപിൽ ഏട്ടനെ മോശക്കാരനാക്കിയിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. ഹേ, നിന്റെ കല്യാണം ഞാൻ നടത്തും. ഒരുത്തന്റെ മുതൽ കക്കാതെയും പിടിച്ചു പറിക്കാതെയും ഞാൻ നടത്തും. അല്ലെങ്കിൽ ഈ ആങ്ങള മരിച്ചു എന്ന് കരുതിയാൽ മതി. ആ, നിങ്ങൾ ചെല്ല്. വാ. നീ പെങ്ങക്ക് വീണ്ടും അതിമോഹം കൊടുത്ത് നീ ആ കട എന്തെടുത്തിട്ട് ആ കല്യാണം നടത്തോടാ? വഴി നിങ്ങൾ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്. അവന് ബുദ്ധി വെച്ച്. ധർമ്മേന്ദ്ര, നമസ്കാരം. എന്താ? പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. കൊണ്ടുവന്നിട്ടുണ്ട്. ആ വരൂ. ആയിക്കോട്ടെ. വരൂ. കല്യാണ ശിവി മനസ്സിൽ ധ്യാനിച്ചു വരൂ. ആ വരൂ വരൂ, ഇരിക്കൂ. അമ്മം വീടാണല്ലോ. ഹരികൃഷ്ണ, നിന്റെ ഭാഗ്യം കുഠിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. അതൊക്കെ അവർക്ക് എന്നെ പിടിച്ചാലേ ഉള്ളൂ. പിടിക്കുമടാ, അല്ലെങ്കിൽ ഞങ്ങ പിടിപ്പിക്കും. ഇത് ഏതാണ്ട് ഉറച്ചമട്ടാണെന്നേ. അതെന്താ, പെണ്ണ് വികലാംഗയാണോ? എല്ലാ പാർട്സും ഓക്കെയാണ്. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ദേ ഇയാളെക്കാളും സ്വല്പം നിറം കുറവാണെന്ന് മാത്രം. അതെന്താ, പെണ്ണ് നീഗ്രഹമാണോ? ദേ ഇതാണ് പെണ്ണിന്റെ അമ്മ. നമസ്കാരം. ആസ് വെൽ ആസ് ഇത് ഹരി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ മണവാളൻ. മോളെ വിളിക്കാൻ ഞാൻ. ആ സ്ത്രീ എനിക്കറിയാം. ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. പറഞ്ഞ കൊളോക്കണ്ട. നമുക്ക് നമ്മുടെ കാശ് നോക്കിൽ ഈ കല്യാണം നടന്നേ പറ്റൂ. ഇവൻ തന്റെ ഒട്ടപ്പറന്നൊന്നും എന്താ ഒരു സ്വകാര്യം. അമ്മയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ. ഒന്ന് പോന്നേ. എനിക്കൊന്നും വേണ്ട ചെക്കനെ. എന്താ, നമുക്കും ഇല്ലേ മോളെ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു. ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ചുമ്മാ കൂടെ കൊണ്ട് ഇടക്ക ഇവൻ തന്നെ ധാരാളാ. മോള് ചെല്ലേ. ദാ. കഴിക്ക്. നമ്മള് തമ്മിൽ കഴിക്കൂ. ലിലഫി ലഡു കഴിക്കൂ. പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കേ. എനിക്കൊന്നും സംസാരിക്കാനില്ല. നിനക്ക് പെണ്ണിനെ പിടിച്ചില്ലേ? എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊക്കെ. നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ കല്യാണം. ആ പെണ്ണെന്താ കുറവ്? എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. എന്നാ നിങ്ങൾ പോയി സംസാരിക്കേ. വൈഷുട്ടായി, ഞാൻ സംസാരിക്കൂടാ. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ബൈ ദ ബൈ, എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളെങ്കിലും ചിലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. സാറേ സാറേ, സാമ്പാർ ഒഴിക്കാൻ വരട്ടെ. ഹരീഷ്ണന്റെ കല്യാണം ഉറപ്പിച്ചു. ബോംബെ തെരുവിന്ന് കാശുണ്ടാക്കി നാട്ടിൽ സെറ്റിൽ ചെയ്ത ഏതോ ഒരു വേയു ഒരുത്തി കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. സാറിന്റെയോ ഉരിഞ്ഞില്ലേ? പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അവൻ. മോളെ, ഈ ഡാഡിക്കൊരു വാശിയുണ്ട്. അവന്റെ കല്യാണത്തിന് ഒരു ദിവസം മുമ്പെങ്കിലും നിന്റെ കല്യാണം നടത്തണം. എനിക്ക് ആരോടും വാശിയൊന്നുമില്ല. മോളെ, ഈ ഡാഡി പറയുന്നത് ഈ കാര്യത്തിൽ ഡാഡി എന്നെ നിർബന്ധിക്കരുത്. ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല ഡാഡി. കൂടി ഒന്ന് ആലോചിക്കും. എഴുന്നേക്കണ്ട, കിടന്നോളൂ. എനിക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. സാർ, അതേടോ, ഞാൻ പറയുന്നത് മെഡിക്കൽ എത്തിക്സിന് ചേർന്നതല്ല എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഡോക്ടർ എന്നെ സഹായിക്കണം. ഇതൊരു മാസീവ് അറ്റാക്കാണ്. ഇനി ഒരു അറ്റാക്കിനെ അതിജീവിക്കുക ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. സിംല ആപ്പിളാണോ? മോള് വരുന്നു. ഓ, എന്നാ? ഓ, 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 ഓ,
വലിച്ചോ വലിച്ചോ എന്താ വലിച്ചോളാൻ. മോളെ സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കേട്ടേക്ക. ഡാഡിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ മോളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഡാഡിക്ക് പോകാൻ വയ്യ. പരമാനന്ദം, താനിങ്ങനെ വിഷമിച്ചാലോ? താൻ വേണ്ടേ ഇവക്ക് ധൈര്യം കൊടുക്കാൻ? എനിക്കിനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ആരുടെ കയ്യിലെങ്കിലും ഏൽപ്പിക്കണം. ഞാനൊരു കാര്യം തീരുമാനിച്ചു. മോളെ എതിര് പറയരുത്. എതിര് പറയരുത് മോളെ, എതിര് പറയരുത്. ഡാഡിയുടെ അന്ത്യാഭിലാഷമാണ് ലാസ്റ്റ് വിഷ്. പരമാനന്ദം, ഓ കള്ളനെങ്കിൽ കള്ളൻ. ഒരിക്കൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയതല്ലേ, അത് തന്നെ അങ്ങ് നടക്കട്ടെ. വേണ്ട, അയാളെ ഒഴികെ വേറെ ആരെ വേണമെങ്കിലും ഡാഡി പറഞ്ഞു. എനിക്ക് സമ്മതം.